100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെടുത്ത ട്രേഡ് ഇവിടെ നോക്കിയാൽ കാണാം. ഫ്ലാറ്റ് ട്രേഡിൽ 2 ട്രേഡാണ് എടുത്തത്. ഒരു ടാർഗറ്റും ഒരു SL ആണ്. ടാർഗറ്റ് 100 പോയിൻ്റാണ്, SL ഓൾമോസ്റ്റ് ഒരു 20 പോയിൻറ്റ്സ് ആണ്. ഇവിടെ ഓർഡറിൽ പോയി നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ കഴിയും. ഫസ്റ്റ് ട്രേഡ് 9:42 എടുത്ത് അത് 1 മിനിറ്റ് കൊണ്ട് തന്നെ SL അടിച്ച ഓർഡറാണിത്. ഇത് ടാർഗറ്റ് ഓർഡറാണ്, അത് ക്യാൻസൽ ആയതാണ്. പിന്നെ 1:18 അടുത്ത എൻട്രി എടുത്തത്. അത് 1:52 ആയപ്പോൾ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി. ഓക്കെ, അപ്പോൾ 2 ട്രേഡും ഇവിടെ കാണാം. രണ്ടും കോൾ ഓപ്ഷൻ തന്നെയാണ്. 51,200 കോൾ ഓപ്ഷൻ, 51,600 കോൾ ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ചാർട്ടിൽ പോയി നോക്കി നോക്കാം. ഫസ്റ്റ് ട്രേഡ് എടുത്ത ടൈം 9:42 ആണ്. അപ്പോൾ ചാർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് നിഫ്റ്റീൻ്റെ 1 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ 9:42 എന്ന് പറയുമ്പം ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ എടുത്തു, തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ചു 43 തന്നെ. അപ്പോൾ ഇത് എടുക്കാനുള്ള റീസൺ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടൈപ്പ്. ഞാൻ 1 മിനിറ്റ് 2 ട്രേഡിൻ്റെ പറഞ്ഞിട്ട് ഹയർ ടൈം ഫ്രെയിം കാണിച്ചു തരാം. ഫസ്റ്റ് ട്രേഡ് ഇവിടെ നിന്നാണ് എടുത്തത്, ഇവിടെ നിന്ന് തന്നെ SL അടിച്ച്. സെക്കൻഡ് ട്രേഡ് 1:18 എടുത്ത് 1:52 SL അടിച്ചത്. 1:18 എന്ന് പറയുമ്പോൾ 1:18 ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ഈ ക്യാൻഡിലെടുത്ത് 1:52 ആയപ്പോൾ ഈ ക്യാൻഡിൽ ടാർഗറ്റ് അടിച്ച്, അത് 100 പോയിൻ്റ് ടാർഗറ്റാണ് അടിച്ചത്. അപ്പോൾ ഈ ഇതിലെടുത്തതിന് ശേഷം SL 20 പോയിൻ്റാണ് വെച്ചത്, ടാർഗറ്റ് 100 പോയിൻ്റ്. SL 20 പോയിൻ്റ് പറയുമ്പോൾ പ്രീമിയത്തിൽ 20 പോയിൻ്റാണ്. ചാർട്ടിൽ നോക്കിയിട്ട്, സ്പോട്ടിൻ്റെ ചാർട്ടിൽ നോക്കിയിട്ട് ഇവിടെ ഒന്നല്ല SL വെക്കാറുള്ളത്. ഞാൻ ഡയറക്റ്റ് 20 പോയിൻ്റ് അപ്പം തന്നെ ഇടും. അതേപോലെ ടാർഗറ്റും ഡയറക്റ്റ് 100 പോയിൻ്റ് അങ്ങനെ തന്നെ ഇടും. അപ്പോൾ ആ 2 ട്രേഡാണ് എടുത്തത്. അതിൻ്റെ റീസൺ, ഫസ്റ്റ് ട്രേഡ് 9:42 ട്രേഡ് ഈ റേഞ്ചിൽ അതെടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് രാവിലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് താഴെ വന്നിട്ട് ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റിയാണ്. ഇവിടെ ഒരു ഡബിൾ ബോട്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. 2 പ്രാവശ്യം ഇവിടെ ടാപ്പ് ചെയ്തൊരു സപ്പോർട്ടാണ്. അവിടെ അങ്ങനെ ആ ഒരു ലിക്വിഡിറ്റി അവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, ഒരു സ്വിംഗ് ലോ എന്നൊക്കെ പറയാം. ആ ഒരു ലിക്വിഡിറ്റിയും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിക്വിഡിറ്റി ഒക്കെ എടുത്തതുകൊണ്ട് ഈ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ടും ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് തന്നെ പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് അവിടെ ഒരു എൻട്രി പഞ്ച് ചെയ്തത്. അത് പക്ഷേ പെട്ടെന്ന് തന്നെ SL അടിച്ചു. അത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റി കുറച്ച് കഴിഞ്ഞാൽ എടുത്ത് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്ത്, ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്താണ് സെക്കൻഡ് എൻട്രി പഞ്ച് ചെയ്തത്. അത് 100 പോയിൻ്റ് ആയപ്പം കറക്റ്റ് ടാർഗറ്റിൽ ഇറങ്ങുകയും ചെയ്തു. 100 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും അത് ഒരുപാട് പോയിട്ടുണ്ട്, 200, 300 പോയിട്ടുണ്ട് കൊണ്ട് മറ്റേ ഇതിൽ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം, കറക്റ്റ് ടാർഗറ്റ് ഫോളോ ചെയ്യുക, കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുക, നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൽ ടാർഗറ്റ് ആണെങ്കിലും ശരി, സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ശരി. ഇനി മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് അടിച്ച് എത്ര പോയാലും, സ്റ്റോപ്പ് ലോസ് അടിച്ച് എത്ര പോയാലും, സ്റ്റോപ്പ് ലോസ് ടിപ്പിൽ അടിച്ചിട്ട് ടാർഗറ്റിൽ പോയാലും എങ്ങനെയായാലും നമ്മളെ ഇമോഷൻസിനെ ബാധിക്കരുത്. നമ്മൾ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം, പ്രോപ്പർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിരിക്കും. പിന്നെ ഈ 100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ച് തുടങ്ങിയ തൊട്ട് ഇതുവരെയുള്ള എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയ തൊട്ട് ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് PNL-ഉം അതേപോലെ ഞാൻ കീപ്പ് ചെയ്യുന്ന ജേണൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടൊരു വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്ന് PNL കാണിക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ ഇതുവരെയുള്ള, പക്ഷേ ഇന്നത്തെ ട്രേഡിൻ്റെ PNL ഇന്ന് കാണാൻ കഴിയില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടേ അപ്ലോഡ് ആവുള്ളൂ. അതുകൊണ്ട് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.